വിളപ്പിശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ യുവാവ് മരിച്ചുവെന്ന സംഭവത്തിൽ BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിഷേധം നടക്കുന്നു. ബാരിക്കേഡ് ഉപയോഗിച്ച് സമരക്കാരെ തടഞ്ഞിട്ടുണ്ട്. ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നും പ്രതിഷേധം തുടരുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. ആരാച്ചാരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയല്ലേ? ആരോഗ്യ കേന്ദ്രമാണോ ഇത്? ആരാച്ചാരുടെ കേന്ദ്രമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഗേറ്റ് തുറന്നു കൊടുക്കാൻ മടി കാണിക്കുന്നവരല്ലേ? ഒരു ഗേറ്റ് തുറന്നു കൊടുക്കാൻ എന്താണ് ഇത്ര മടി? ഈ പാവപ്പെട്ട രോഗികളെ നായ്ക്കൾക്ക് സമാനമായിട്ടാണ് കാണുന്നത്. നായ് വരാതിരിക്കാൻ ഗേറ്റ് അടച്ചുവിടുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ രോഗികൾ എന്താ നായ്ക്കളാണോ? ആരോഗ്യ മേഖലയിൽ ആരാ കടന്നു വരുന്നത്? ആശുപത്രിയിൽ ആരാണ്? യൂത്ത് കോൺഗ്രസ് മനുഷ്യ ജീവൻ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ഗേറ്റ് തുറന്നു കൊടുക്കാത്തതിന്റെ പേരിൽ ഇല്ലേ, ഓക്സിജൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരം ഒരു സമരവുമായി കടന്നു വന്നത്. ഈ കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആശുപത്രിയിലേക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരാൾക്ക് പോലും ചെല്ലാൻ കഴിയാത്ത സാഹചര്യമാണ്. കോട്ടയത്ത് ചികിത്സയ്ക്ക് പോയ ഒരു വീട്ടമ്മയാണ് കെട്ടിടം ഇടിഞ്ഞു വീടും മരിച്ചതെങ്കിൽ ശ്വാസം മുട്ടൽ കൊണ്ട് ശ്വാസം കിട്ടാതെ വന്നപ്പോൾ പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടിയാണ് വിളപ്പിൽശാലയിലേക്ക് ബെൻസീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നതെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ജീവനക്കാർ അവരുടെ മനോനില എന്താണ് എന്ന് പരിശോധിക്കല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം. കുടുംബത്തിന് അവരുടെ നാഥനെ നഷ്ടപ്പെട്ടത് ഈ ആശുപത്രി